ഓഹോ, ഇതാര് സുഭാഷോ? സുഭാഷ്, എന്താ ദിൽഫി? ഇതെന്താ രാവിലെ തന്നെ ഇവിടെ? ഞാൻ ഇടയ്ക്ക് ഇവിടേക്ക് വരുന്ന ആളാണ്. എൻ്റെ സുഹൃത്താണ് ഇവിടെ ഉറങ്ങുന്നത്. എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. ഞാനുള്ളത് ഖബർസ്ഥാൻ മാത്തോട്ടം. ഇവിടെ ഫ്രീസർ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ആളുകൾ അറിയുന്നില്ല. ആളുകൾ പേയ്മെൻ്റ് ആയിട്ട് പല സ്ഥലത്തു നിന്നാണ് വാങ്ങുന്നത്. അതൊന്ന് അറിയിക്കുക. സൗജന്യമായിട്ട്, വെറും സൗജന്യമായിട്ട് പറഞ്ഞാൽ പോരാ, അതെല്ലാ മതസ്ഥർക്കും, ആർക്കും ഇതില്ല, ഏത് പക്ഷഭേദമില്ല. അത് ഏത് മതത്തിൽപ്പെട്ടവരായാലും അവർക്ക് ഇവിടെ സൗജന്യമായിട്ട് ഫ്രീസർ കൊണ്ടുപോയി ഉപയോഗിക്കാമെന്നുള്ളതാണ് ഒരു. രണ്ടാമത്തത് ഇവിടെ മയ്യത്ത് പരിപാലന കേന്ദ്രം പുതുതായിട്ട് ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. നിങ്ങൾ എന്താ ഈ രാവിലെ വരാൻ കാരണം? എൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാക്കിയ മനുഷ്യനാണ് ഇയാൾ. അപ്പോൾ ഇവനെ ദിവസവും എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ ദൈനംദിന ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. അപ്പോൾ അവനെ കാണാൻ എനിക്ക് മനസ്സ് തോന്നുമ്പോൾ ഞാൻ വരും. അത് രാവോ പകലോ ഒന്നുമില്ല, എനിക്ക് അവനെ കാണാൻ തോന്നുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് വരാറുണ്ട്. അതെൻ്റെ ഒരു സ്വപ്നമാണ്. അതിന്ന് അവനെ കാണാൻ വരിക എന്നുള്ളത്. അവൻ പോയപ്പോൾ 2-2.5 മാസങ്ങളായുള്ളെങ്കിലും അത് വല്ലാതെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വരുമ്പോൾ ഇവിടെ, അതുമല്ല നമ്മുടെ കുറേ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ അന്തി ഉറങ്ങുന്നുണ്ട്. നമ്മളും മണ്ണിലേക്ക് ലയിക്കാനുള്ളവരാണ്. പക്ഷേ എന്നാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. 2 കാര്യങ്ങളെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. ഒന്ന്, അവിടെയുള്ള ഫ്രീസർ, ഫ്രീ ആയിട്ട് ഫ്രീസർ സർവീസ്. രണ്ടാമത്തത് മയ്യത്ത് കുളിപ്പിക്കുന്ന 2 സൗകര്യങ്ങളും കാണിച്ചു തന്നെ. ഞാൻ സുൽഫി, ആശാ സ്റ്റുഡിയോ. എൻ്റെ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ പോവുകയാണ്. ഉപ്പ 1999 മരിച്ചിട്ട് അവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഈ മീസങ്കല്ലിൻ്റെ മേലെ ഉപ്പൻ്റെ പേരും മരിച്ച ഡേറ്റൊക്കെ മെൻഷൻ ചെയ്തിട്ടൊരു കല്ല് അവിടെ ഉണ്ടായിരുന്നു. അത് വെച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഉപ്പൻ്റെ ഫ്രണ്ട്സ് കേവിയും ഹൈഡാക്കും വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, മോനെ ഇത് എന്തിൻ്റെ ആവശ്യം? സ്ഥലം മനസ്സിലാക്കാൻ മാത്രം പോരെ, പേരിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉടൻ തന്നെ പിറ്റേ ദിവസം പെയിൻറ്ററെ വിളിച്ച് അതൊക്കെ മായ്ച്ചു കളഞ്ഞു. ഇന്നിപ്പോൾ ഇതിവിടെ പറയാൻ കാരണം അതുമാതിരി മറ്റൊരു സംഭവം ഞാൻ ഇവിടെ കണ്ടു. അതാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഒരു സിഗ്നേച്ചറും മരിച്ചൊരു ഡേറ്റും അടയാളപ്പെടുത്തലാണല്ലോ. ഒരുപാട് ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തെ ഈ ഒരു കാഴ്ച കാണണോ? ഒരു കുഴി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്കാണോ നിങ്ങൾക്കാണോ? എന്തായാലും ഒരു ദിവസം നമ്മളും യാത്രയാകാനുള്ളതാണ്. എങ്ങോട്ട്?